ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒരു ഉപ്പേരിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ ആവശ്യം വേണ്ടി വരില്ല ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടും വരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി വെക്കുക. ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി റെസിപ്പിയാണിത്. നമ്മുടെ കായ ഉണ്ടല്ലോ, പച്ചക്കായും പിന്നെ അതേപോലെ ചേനയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഉപ്പേരിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. കായും ചേനയും ഒരുമിച്ചാണ് മുറിച്ച് വെച്ചേക്കണത്. ഇതേ സൈസിലാണ് നമ്മൾ കായും ചേനയും മുറിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ മുറിച്ചെല്ലാം കൊടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയെല്ലാം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലോട്ടേക്ക് നമ്മൾ ഈ ഒരു മുറിച്ച് വെച്ച പച്ചക്കായും അതേപോലെ ചേനയും കൂടി ഇട്ട് കൊടുക്കുക. അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു ഉപ്പേരി കൊണ്ട് മാത്രം നമുക്ക് ചോറ് കഴിക്കാം. ചോറാണെങ്കിലും നമ്മുടെ കഞ്ഞിയാണെങ്കിൽ പോലും ഈ ഒറ്റൊരു സാധനം കൊണ്ട് നമുക്ക് കഴിക്കാം. ഒരു പറ വേണമെങ്കിൽ ചോറ് വേണമെന്ന് വെച്ചാൽ കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ് ഈ ഒരു ഉപ്പേരിക്ക്. അപ്പോൾ നമ്മൾ ഇതിലോട്ടേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം മസാലേൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനും ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഏതൊരു ഉപ്പേരിക്കാണെങ്കിൽ പോലും ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ കായപ്പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ നമ്മുടെ ചേനയ്ക്ക് വേവ് നല്ലപോലെ വേണം. അതുകൊണ്ട് ഒരു ഗ്ലാസ്സോളം നമ്മൾ വെള്ളം ഇട്ട് കൊടുക്കണം കേട്ടോ അതിലോട്ടേക്ക്. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ടേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ചേനക്ക് വേവ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ കുറേ നേരം എടുക്കും വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം അടി പിടിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്ത് നോക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ എടുത്ത് പ്ലേറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക. ഞാനൊക്കെ കഞ്ഞീൻ്റെ കൂടെ ഇത് കൂടുതലും പണ്ട് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ പച്ചക്കായ ഇട്ടിട്ട് മാത്രം, പച്ചക്കായും തേങ്ങയിലൊക്കെ ഇട്ടിട്ട് ഒരു പുഴുക്കുണ്ടാക്കും അമ്മ. അപ്പോൾ അതാണ് ഞാൻ കഴിക്കാറ്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ഞാൻ കഴിച്ചു നോക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മഴക്കാലത്തൊക്കെ കഞ്ഞീൻ്റെ കൂടെ ഇത് ഈ പുഴുക്ക് കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ, ഓഫ്, വേറെ ഒന്നും വേണ്ടി വരത്തില്ല. അപ്പോൾ കണ്ടില്ല, നമ്മുടെ ഉപ്പേരി ഓൾമോസ്റ്റ് വെള്ളമെല്ലാം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. കായാണെങ്കിലും ചേനയാണെങ്കിലും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഐറ്റം ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ അതിൻ്റെ എന്താ പറയുക, നല്ലതുപോലെ വെന്തതായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഐറ്റം, നമ്മുടെ റെസിപ്പി, അതായത് കായ ചേന ഉപ്പേരി. ഇതിൽ വേണമെച്ചാൽ നിങ്ങൾക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. അതെല്ലാം ഓപ്ഷണലാണ്. നമുക്കിവിടെ അത്ര വലിയ അങ്ങോട്ടേക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പി മതി. തേങ്ങ ഇട്ട് കൊടുക്കുന്നവർക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോരുത്തർ ജീരകം അതെല്ലാം ഇടും. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ സിമ്പിളായിട്ടാണ് ഇവിടെ ഒരുക്കിയേക്കണത്. ജസ്റ്റ് പച്ചക്കായും ചേനയും പിന്നെ മസാലകളെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒരു അടിപൊളി റെസിപ്പി, ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ ഫ്രം പൊന്നൂസ് ഡ്രീം വേൾഡ്. ടാറ്റാ ബൈ ബൈ, സീ യു, ലവ് യു ഉമ്മ.